പുകവലി ശീലമുണ്ടായിരുന്നു എന്ന കാരണത്താൽ മെഡിക്കൽ ഇൻഷുറൻസ് നിരസിക്കാനാകില്ലെന്ന് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. രോഗം പുകവലി കാരണമെന്ന് ചൂണ്ടിക്കാട്ടി ക്ലെയിം നിരസിച്ചതിലാണ് ഇടപെടൽ. മൂവാറ്റുപുഴ സ്വദേശിനി നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, എന്താണ് സംഭവം? രാഖി, എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റേതാണ് നിർണായകമായിട്ടുള്ള ഉത്തരവ്. അതായത് മൂവാറ്റുപുഴ സ്വദേശിനിയുടെ പിതാവ് നേരത്തെ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ സമയത്ത് 4.63 ലക്ഷം രൂപ ചെലവായിരുന്നു. മെഡിസെപ്പ് പ്രകാരം, അതായത് മെഡിസെപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം സർക്കാർ ജീവനക്കാരുടെയും അതോടൊപ്പം തന്നെ പെൻഷൻകാരുടെയും ഒക്കെ തന്നെ ഇൻഷുറൻസ് പദ്ധതിയാണ്. മെഡിസെപ്പ് പ്രകാരം അപേക്ഷിച്ച സമയത്ത് ഈ അപേക്ഷ നിരസിക്കപ്പെട്ടു. അതിനുള്ള കാരണം അധികൃതർ പറഞ്ഞത് രോഗിക്ക് പുകവലി ഉണ്ടായിരുന്നു, അതൊരു ശീലമായിരുന്നു. ഈ രോഗം ഉണ്ടായിരിക്കുന്നത് പുകവലി മൂലം ആണ്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് ക്ലെയിം നൽകാനാകില്ല എന്നുള്ളൊരു നിലപാടാണ് ഇൻഷുറൻസ് കമ്പനിയും അതോടൊപ്പം തന്നെ മെഡിസെപ്പ് അധികൃതരും സ്വീകരിച്ചത്. അങ്ങനെ മെഡിസെപ്പിനെയും അതോടൊപ്പം തന്നെ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയും എതിർകക്ഷികളാക്കിക്കൊണ്ട് മൂവാറ്റുപുഴ സ്വദേശിനി എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് മുന്നിൽ ഒരു ഹർജി നൽകി, ഒരു അപേക്ഷ അല്ലെങ്കിൽ ഒരു പരാതി നൽകി. ഈ പരാതിയിൽ അനുകൂലമായിട്ടുള്ള ഉത്തരവ് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അതായത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ഇല്ലാത്ത പക്ഷം അത് തെളിയിക്കേണ്ട ഒരു ബാധ്യത എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിക്കാണ്. ഈ രോഗം എന്ന് പറയുന്നത് പുകവലി മൂലമാണ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു ശാസ്ത്രീയമായിട്ട് തെളിയിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും ഇൻഷുറൻസ് കമ്പനിക്കുണ്ട്. അത് സാധിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ക്ലെയിം നൽകേണ്ടതാണ് എന്നുള്ളതാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മെഡിസെപ്പ് പ്രകാരം പരമാവധി തുകയായിട്ടുള്ള 3 ലക്ഷം രൂപയും 15,000 രൂപ മറ്റിനത്തിലും കൊടുക്കാനായിട്ട് 45 ദിവസത്തിനകം കൊടുക്കാനായിട്ടാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. എന്തായാലും വലിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം ഇങ്ങനെ മെഡിസെപ്പും അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് കമ്പനിയും പലവിധ കാരണങ്ങൾ കൊണ്ട് ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ തന്നെ നിഷേധിക്കാറുണ്ട്. രോഗി പുകവലിച്ചത് കൊണ്ടൊക്കെ തന്നെയാണ് കാരണമെന്നൊക്കെ പറഞ്ഞാണ് നിഷേധിക്കുന്നത്. പാവങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കാരണം കേട്ടുകൊണ്ട് പിന്നീട് മറ്റ് നിയമ നടപടികളിലേക്കൊന്നും തന്നെ പോകില്ല. എന്തായാലും ഇനി ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇൻഷുറൻസ് ക്ലെയിമുകൾ നിരസിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് നിയമ പോരാട്ടത്തിന് കൂടുതൽ ശക്തി പകർന്നതാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഈ ഉത്തരവ്. രാഖി, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് രേഷ്മ ബാബു കൊച്ചിയിൽ നിന്നും പങ്കുവച്ചത്.